ഇടുക്കി ജില്ലയിലെ പിന്നാക്ക മേഖലകളുടെ വികസനം കൂടുതൽ ശക്തമാക്കാൻ നവീന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി ദേവികുളം അഴുത ആസ്പിറേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. പട്ടികജാതി, പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം എന്നീ മേഖലകൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന് അശോക് കുമാർ ലാഹിരി പറഞ്ഞു. കേരളം രാജ്യത്തെ മികച്ച സംസ്ഥാനങ്ങളിലൊന്നാണെന്നും സാക്ഷരതയാണ് സംസ്ഥാനത്തിന്റെ പ്രധാന ശക്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. Whatever we can do from Niti Aayog will be doing, but the work has to be done by you. Work cannot be done by anyone else. Kerala has to be developed by Keralans. UP has to be developed by the UP one. Bihar has to be developed by the Biharis. So every state has to do what it needs to do. സന്ദർശനത്തിനിടെ ചിന്നക്കനാൽ അങ്കണവാടി കുടുംബാരോഗ്യ കേന്ദ്രം, മൂന്നാർ ഗവൺമെന്റ് ആംഗ്ലോ തമിഴ് LP സ്കൂൾ എന്നിവയും അദ്ദേഹം സന്ദർശിച്ചു. വിവിധ വകുപ്പുകൾ കൂടുതൽ ഏകോപനത്തോടെ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് നിർദ്ദേശിച്ചു. നീതി ആയോഗ് ജോയിന്റ് സെക്രട്ടറി KS റെജിമോൻ, നീതി ആയോഗ് ഡയറക്ടർ ഷോയഹ് അഹമ്മദ്, സബ് കളക്ടർ VM ആര്യ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ T ജ്യോതിമോൾ, പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ PK കുര്യാക്കോസ്, വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.